എല്ലാരും ഒന്ന് നല്ല കുട്ടികളായിട്ട് ഇരുന്നിട്ടുണ്ടല്ലോ. എന്തേ കഥ കേൾക്കാൻ വേണ്ടിട്ടാ? എല്ലാവർക്കും കഥ ഇഷ്ടാണോ? അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ഇന്നെന്നാ കഥേന്റെ പേരെന്നാ? കരടിക്കുട്ടന് കടി കിട്ടില്ല. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ഒരു ദിവസം കരടിക്കുട്ടനും കുട്ടിയാനയും കാട്ടിലൂടെ നടക്കുകയായിരുന്നു അല്ലേ? എന്നാ ചെയ്തത്? കരടിക്കുട്ടനും കുട്ടിയാനയും കാട്ടിലൂടെ നടക്കുകയായിരുന്നു. ഹായ്, ഒരു തേനീച്ചക്കൂട് അല്ലേ? എന്നാ കണ്ടത്? തേനീച്ചക്കൂട്. ഇതെടുത്ത് നമുക്ക് തേൻ കുടിച്ചാലോ? ആരാ ചോദിച്ചത്? കുട്ടിയാന ചോദിച്ചു. ഏയ് വേണ്ട, തേനീച്ചകൾ വന്ന് നിന്നെ കുത്തി ശരിപ്പെടുത്തും അല്ലേ? ഏയ് വേണ്ട, തേനീച്ചകൾ വന്ന് നിന്നെ കുത്തി ശരിപ്പെടുത്തും എന്ന് പറഞ്ഞു. എന്നിട്ടോ ആനക്കുട്ടനത് കേട്ടോ? ഇല്ല, ആനക്കുട്ടനത് കേൾക്കാതെ തുമ്പിക്കൈ നീട്ടി തേനീച്ചക്കൂട് തൊട്ടു. തേനീച്ചക്കൂട് ഹുന്നും പറഞ്ഞ് പറന്ന് വന്ന് ആനക്കുട്ടൻ ഓടടാ ഓട്ടം. എന്നിട്ടോ ഓടി ഓടി കുട്ടിയാന എടുത്തേക്കാ പോയത്? ഒരു കുളത്തില് ഇറങ്ങി കിടന്നു. അത് കണ്ടതും തേനീച്ചക്കൂട്ടം തിരികെ പോയി. തേനീച്ചക്കൂട്ടം എന്നാ ചെയ്തത്? തിരികെ പോയി. എല്ലാം കഴിഞ്ഞ് കുട്ടിയാന കരടിക്കുട്ടനോട് ചോദിച്ചു, ഏയ് നീ എന്താ ഇവിടെ നിന്നത്? അപ്പോൾ കരടിക്കുട്ടൻ എന്നാ ചെയ്തത്? ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഹാ 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 എന്ന് പറഞ്ഞ് ചിരിച്ചു അല്ലേ? കരടിക്കുട്ടൻ ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, തേനീച്ചകളുടെ കുത്തുകൊള്ളാതിരിക്കാൻ എൻ്റെ ദേഹം നിറയെ എന്തുണ്ട്? രോമമുണ്ടല്ലോ അല്ലേ? എൻ്റെ ദേഹം നിറയെ രോമമുണ്ട്. അതുകൊണ്ടാ നിന്നോട് ഞാൻ പറഞ്ഞത് തേനീച്ചക്കൂട് തൊടണ്ടാന്ന്. നിനക്കത് പറഞ്ഞതനുസരിച്ചാ പോരെ, നീ എന്തിനാ അത് തൊടാൻ പോയത് എന്ന് പറഞ്ഞു. അപ്പോൾ കാര്യങ്ങളെല്ലാം ആനക്കുട്ടന് മനസ്സിലായി. ആനക്കുട്ടൻ എന്നാ ചെയ്തത്? തല കുലുക്കി നിന്നു. ഇനി ഞാൻ നീ പറഞ്ഞതെല്ലാം അനുസരിക്കാ കരടിക്കുട്ടാ എന്ന് പറഞ്ഞു. അതാ പറഞ്ഞത്, ഏത് നല്ല കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണോ? അനുസരിക്കണമല്ലേ? അല്ലേ നമ്മൾ ഇതേപോലെ ആപത്തിൽ ചെന്ന് ചാടും. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നല്ല കഥയല്ലേ?